വരാനിരിക്കുന്ന കുട്ടി ക്രിക്കറ്റ് വേൾഡ് കപ്പിലെ ഇന്ത്യൻ ടീമിനെ BCCI പ്രഖ്യാപിച്ചു. നമ്മുടെ എല്ലാം പ്രതീക്ഷകളെ തെറ്റിച്ചുകൊണ്ട് ഇന്ത്യൻ വൈസ് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ ടീമിൽ നിന്നും പുറത്തായിരിക്കുന്നു. പകരം ഓപ്പണിംഗ് സ്പേസിലേക്ക് സഞ്ജു സാംസൺ എത്തിയിരിക്കുന്നു. ഇതൊരു അത്ഭുത പ്രതിഭാസമായി തോന്നിയത് എനിക്ക് മാത്രമാണോ അതോ നിങ്ങൾക്കും തോന്നിയോ? ഈ കഴിഞ്ഞ ഇന്ത്യ സൗത്ത് ആഫ്രിക്ക T20 സീരീസിൽ വൈസ് ക്യാപ്റ്റനായി രാജകീയമായിട്ടായിരുന്നു ശുഭ്മാൻ ഗില്ലിന്റെ ടീമിലേക്കുള്ള വരവ്. അതോടെ അർഹതപ്പെട്ട ഓപ്പണിംഗ് സ്പേസിൽ നിന്നും സഞ്ജു സാംസനെ കോച്ച് ഗംഭീർ ഗില്ലിന് വേണ്ടി മാറ്റി നിർത്തി. ആദ്യ മത്സരത്തിൽ 4 റൺസ്, രണ്ടാമത്തെ മത്സരത്തിൽ ഗോൾഡൻ ഡക്ക്, മൂന്നാമത്തെ മത്സരത്തിൽ 28 ബോളിൽ കഷ്ടപ്പെട്ട് പൊരുതി നേടിയ 28 റൺസ്. ഗില്ലിന്റെ ഈ ബാറ്റിംഗ് തകർച്ച നിസ്സഹായനായി നോക്കി നിൽക്കുന്ന സഞ്ജുവിന്റെ ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ വൈറലായതാണ്. ദൈവനീതി എന്ന ആരാധകർ പറഞ്ഞത് ഒരുപക്ഷെ ശരിയായിരിക്കാം. ഗില്ലിന്റെ പരിക്ക് കാരണം സഞ്ജുവിന് 4ാം T20 അവസരം ലഭിക്കുന്നു. പക്ഷേ ദൈവം വിധിച്ച നീതി നടപ്പിലായില്ല. മഞ്ഞു കാരണം 4ാം മത്സരം ഉപേക്ഷിക്കേണ്ടി വന്നു. ഇതെല്ലാം നടക്കുമ്പോഴും സഞ്ജുവിന്റെ മുഖത്ത് യാതൊരു തരത്തിലുള്ള പിരിമുറുക്കവും കാണാൻ കഴിഞ്ഞില്ല. ഒരുപക്ഷെ ഉള്ളിലെത്തി അയാൾ സമർത്ഥമായി ഒളിപ്പിച്ചതാവാം. കാലം സൂക്ഷിച്ച കണക്ക് പുസ്തകത്തിൽ 5ാം മത്സരത്തിൽ സഞ്ജു ഓപ്പണിംഗ് പൊസിഷനിൽ ബാറ്റ് ചെയ്യാനായി എത്തി. ആദ്യ ബോൾ ഫേസ് ചെയ്യുന്ന സഞ്ജുവിന്റെ മനസ്സിലൂടെ ഇത്രയും കാലം കഴിവുണ്ടായിട്ടും തന്നെ ടീമിൽ നിന്നും പുറത്താക്കിയതിന്റെ വേദന ഉണ്ടായിരുന്നിരിക്കാം. ഈ കളി എങ്ങാനും മോശം രീതിയിൽ ബാറ്റ് ചെയ്താൽ ടീമിൽ നിന്ന് തന്നെ പുറത്താകുമോ എന്ന ഭയം ഉണ്ടായിരുന്നിരിക്കാം. ഇത്രയും കാലം തന്നെ സപ്പോർട്ട് ചെയ്ത ആരാധകരെ നിരാശപ്പെടുത്തേണ്ടി വരുമോ എന്ന ടെൻഷൻ ഉണ്ടായിരുന്നിരിക്കാം. പക്ഷെ ആ ബാറ്റിൽ നിന്നും ആദ്യ സിക്സർ പറഞ്ഞതോടുകൂടി എല്ലാം വ്യക്തമായി. സഞ്ജു അവൻ ക്രീസിൽ പോരാടാൻ വന്നവനാണ്. അവനെ അത്ര പെട്ടെന്നൊന്നും നിങ്ങൾക്ക് വീഴ്ത്താൻ സാധിക്കില്ല. അവഗണനകളുടെ പ്രഹരങ്ങളേറ്റ് അതിൽ നിന്നും ശക്തി ആർജിച്ചവൻ. അവനെ പിടിച്ചു കെട്ടാൻ സൗത്ത് ആഫ്രിക്കൻ ബൗളേഴ്സിനായില്ല. സഞ്ജുവിനൊപ്പം അഭിഷേക് ശർമ്മ കൂടെ തകർത്തെടിക്കാൻ തുടങ്ങിയതും ഗാലറിയിൽ സിക്സർ മഴകൾ പെയ്തു. അങ്ങനെ ഇന്ത്യ കാണാൻ ആഗ്രഹിച്ച ആ അഗ്രഷൻ ഓപ്പണിംഗ് പാർട്ണർഷിപ്പ് വീണ്ടും ആവർത്തിച്ചു. ഗിൽ കളിച്ച 3 മത്സരത്തിൽ നിന്ന് നേടിയ 32 റൺസ് കളിച്ച ഒരു മത്സരം കൊണ്ട് തന്നെ സഞ്ജു നേടിയെടുത്തു. തന്നെ പുറത്താക്കിയവർക്ക് മുന്നിൽ തന്റെ കഴിവ് ഒന്നുകൂടെ തെളിയിച്ചുകൊണ്ട് സഞ്ജു കളമൊഴിഞ്ഞു. എത്ര തെളിയിച്ചാലും സഞ്ജുവിന് എപ്പോഴും അവസരങ്ങൾ നിഷേധിച്ചിട്ടേ ഉള്ളൂ. അതുകൊണ്ട് തന്നെയാണ് വേൾഡ് കപ്പ് ടീമിൽ സഞ്ജു കാണില്ല എന്ന് എല്ലാവരും ഉറപ്പിച്ചത്. ഗില്ലിന് എത്ര കളികളിൽ സംഭൂജനായി പുറത്തായാലും അയാളുടെ സ്ഥാനം ടീമിൽ ഭദ്രമാണ്. കാരണം പ്രിൻസ് ആണല്ലോ. പക്ഷെ ഇത്തവണ ഗംഭീറിന്റെ കണക്കൂട്ടലുകൾ തെറ്റുകയായിരുന്നു. സെലക്ഷൻ കമ്മിറ്റിയിൽ 5 പേരിൽ ഗംഭീറും അജിത് അഗാർക്കറും ഗില്ലിന് വേണ്ടി വാദിച്ചപ്പോൾ RP സിംഗും ഓജയും ശിവസുന്ദർ ദാസും സഞ്ജുവിന് പിന്താങ്ങി. അങ്ങനെ ഭൂരിപക്ഷത്തിന്റെ ബലത്തിലാണ് സഞ്ജു ടീമിലെത്തിയത് എന്നാണ് വരുന്ന റിപ്പോർട്ടുകൾ. എന്ന് തന്നെയായാലും ഡിഫൻഡിംഗ് ചാമ്പ്യനായ ഇന്ത്യ വീണ്ടും വേൾഡ് കപ്പ് ഉയർത്തട്ടെ. ആ ഉയർത്തുന്ന കപ്പിൽ സഞ്ജുവിന്റെ കരങ്ങളും വ്യക്തമായി പതിഞ്ഞിരിക്കട്ടെ. നമുക്ക് പ്രത്യാശിക്കാം.